Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ റീഡിംഗ് ചെയ്യുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോവായിരുന്നു. സോ അതുകൊണ്ടാണ് റീഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തത്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ 3 ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 3 ക്യാൻഡിൽ. സോ ഏത് ക്യാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു നമ്പർ ഓർ ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. സെലക്ട് യുവർ ഗ്രൂപ്പ്, then we can start. All right, let's start with group number 1. Hello group number 1. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ്? Let's see group number 1. What is next in your life? Group number 1. What's next in your life? Group number 1. What is the message for you? Group number 1. What is next in your life? ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വരിക, ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങി വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസിലേക്ക് വരാൻ നിങ്ങൾ സ്വയം അലോ ചെയ്യേണ്ട ഒരു ടൈം കൂടെയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ സിറ്റുവേഷൻ, പുതിയ ചാലഞ്ചസ്, സ്പെഷ്യലി നിങ്ങൾക്ക് കുറെ കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തിലേക്കെങ്കിലൊക്കെ വരണം എന്നൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് അതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, പേടി, എന്ത് സംഭവിക്കും എന്നുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, മേ ബി ലൈക്ക് ചില ആളുകൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ടായിരിക്കണം, തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓർ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം, എല്ലാ പ്ലാനിങ്സും വളരെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ബട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി ഉള്ള സപ്പോർട്ട് ആയിരിക്കാം, ഇമോഷണലി ഉള്ള സപ്പോർട്ട് ആയിരിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, അത് അലോ ചെയ്യുന്ന ആ ഒരു ഫ്ലോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ കുറവുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ സ്വയം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകളുടെ ഡിസബിലിറ്റി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയം വരെ നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം. ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ആയിരിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കേണ്ട സിറ്റുവേഷൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പാറ്റേൺ, നിങ്ങളുടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരാൻ വളരെ നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. സോ ഇതുപോലത്തെ സെൽഫ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സ്വയം ഹെൽപ്പ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. നല്ല തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് സ്ലോലി ആക്ഷനിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേജർ ഡിസിഷൻ ഈ വരുന്ന ഒരു സമയത്ത്, സ്പെഷ്യലി വരുന്ന ഒരു 3 വീക്സ് ടൈം നിങ്ങൾ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്, ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങൾ എടുക്കുന്ന ചില പ്ലാനിങ്സും എടുക്കുന്ന ചില ആക്ഷൻസ് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ചില പ്ലാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എത്രമാത്രം ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് മുന്നോട്ട് വരുന്ന സമയത്ത്. ഗ്രൂപ്പ് നമ്പർ 1. സോ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഉള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ശരീരം, മനസ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ, പല കാര്യങ്ങളും വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യാനും പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്.
അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എൻകറേജ് ചെയ്യാൻ പറ്റുമോ, വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിലാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പേസിൽ നിങ്ങൾ മാത്രം ഈ ഒരു സമയം ഉണ്ടാവുക എന്നുള്ളതുമല്ല. നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു നിങ്ങളുടെ പാരന്റ് ആയിരിക്കാം, നിങ്ങളുടെ അമ്മയായിരിക്കാം, അമ്മയുടെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫെമിനൻ എനർജി വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫെമിനൻ, ഒരു സ്ത്രീയുടെ ഒരു വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ അമ്മയായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു മദർലി എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പേടി, ആങ്സൈറ്റി, നിങ്ങൾ എന്താണോ ലിമിറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി ഒരു അമ്മേനെ പോലെ ട്രീറ്റ് ചെയ്യാൻ, ഒരു കുട്ടിയെ അമ്മ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ജെന്റിൽ ആയിട്ട്, വളരെ കൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ ഗെറ്റ് റെഡി. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില ജേർണിയിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ ആളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള ചില പാത്തിൽ നിന്ന് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരാൻ പോവാണ്. അത് പ്രോബബ്ലി നിങ്ങൾക്കൊരു സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന, ഓർ ഈവൻ ലൈക്ക് നിങ്ങളുടെ റൂം നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇതുവരെ നിങ്ങൾ നിന്നിട്ടുള്ള ഒരു റൂമിൽ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. സോ റൂം ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, വീട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരിക്കാം. വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഓക്കെ, വേറെ വർക്കിലേക്ക് പോകുന്നതായിരിക്കാം, ഓർ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ സീറ്റ് ചേഞ്ച് ആവുന്നതായിരിക്കാം, നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആവുന്നതായിരിക്കാം. കാരണം ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് അപ്രീസിയേഷൻ, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ സ്റ്റഡി, മേ ബി നിങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് ഒരു ബെറ്റർ പൊസിഷനിലേക്ക്, ചില ആളുകളെ എക്സാംസ് ഒക്കെ ക്ലിയർ ആവുന്നതായിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ പൊസിഷനിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടം തോന്നുക ലൈഫിനോട്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അത് മനഃപൂർവ്വമായിരിക്കാം. ഒരു ചില ആളുകൾക്ക് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ ഒരു ചലഞ്ചിങ്ങിലേക്ക് വരുന്ന സമയത്ത്, ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നാച്ചുറലി ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു എനർജിയിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കാണ് കൂടുതൽ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുക. സോ പ്രോബബ്ലി നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളോടൊരു അട്രാക്ഷൻ ഒന്നും കാണിക്കാത്ത ആളുകളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. ഇതുവരെ നിങ്ങളെ നോട്ടീസ് ചെയ്യാത്ത ആളുകളൊക്കെ നിങ്ങളെ നോട്ടീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പിറകെ വരിക, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക, സംസാരിക്കുക. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ളതും വളരെ സന്തോഷമായിട്ടുള്ളതും വളരെ പുതുമ ഉള്ളതുമായിട്ടുള്ള ചില കോൺവെർസേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ പെർമിഷൻസ് കൊടുക്കുന്നുണ്ട്, ഓർ നിങ്ങൾക്ക് ചില പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട്, അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ മാരേജ്, സ്റ്റഡി, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്രൂവൽസ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില അപ്രൂവൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പെർമിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി യാത്ര റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ചില ആളുകൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് കൂടെ നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നുണ്ട്. ചില ആളുകളുടെ വാക്കുകളിലൂടെ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട്. സോ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, നിങ്ങളുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ആളുകൾ നിങ്ങളെ അവരുടെ ഒരു സംസാരം കൊണ്ട് അവര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻസോ അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങോ ആളുകളുടെ അടുത്തുനിന്ന് പല ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഓർ മേ ബി നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളായിരിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, what is next in your life? Alright.
ചില ആളുകൾ നിങ്ങളൊരു ഡിഫറെന്റ് അപ്പിയറൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സ്റ്റൈലില്, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലില്, ഓർ മേ ബി ചില ആളുകൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് മാരേജ് ആയിരിക്കാം, ഓർ വരുന്നൊരു 3 months ടൈം അല്ലെങ്കിൽ വരുന്നൊരു 3 weeks ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എൻഗേജ്മെന്റ്, എസ്പെഷ്യലി മാരേജ് ആയിരിക്കാം, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള സ്ട്രോങ് ഫെമിനിൻ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു ഫെമിനിൻ എനർജി അല്ലെങ്കിൽ മാസ്കുലിൻ എനർജി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെയറിംഗ് നേച്ചർ പുറത്തേക്ക് നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, വാങ്ങിക്കാനും സാധിക്കുന്നുണ്ട്. അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിംഗ് ആണെന്നുണ്ടെങ്കിലും സമയമാണെന്നുണ്ടെങ്കിലും ഒക്കെ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ കൂടെ നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നതായിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ആരുടെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് അതുപോലെ നിൽക്കാൻ സാധിക്കുന്നതായിരിക്കാം, അതുപോലെ ഒരു സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതുപോലുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ സിറ്റുവേഷൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലോയൽ എന്താന്നുള്ളത് അല്ലെങ്കിൽ ലോയൽറ്റി എന്താന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആനിമൽസ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ആയിരിക്കാം, ബേർഡ്സ് ആയിരിക്കാം, ഡോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആനിമൽസ് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവർ നിങ്ങൾക്ക് ആനിമൽസിന്റെ കൂടെ, ചില ആളുകൾക്ക് വൈൽഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ കൂടെയൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ പ്ലസന്റ് ആയിട്ടുള്ളത്, വളരെ റെയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതുപോലെ ആനിമൽസിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ഒരു മാസ്റ്ററെ പോലെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് ആനിമൽസിലാണ്. ഓക്കെ, സോ ആനിമൽസിനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനോ, ഓർ എസ്പെഷ്യലി നിങ്ങൾ വെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറ്റിനറി ഡോക്ടർ ഓർ ആനിമൽസിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങൾക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ്, നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യാത്ര നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങോട്ടോ മാറി നിൽക്കേണ്ടതോ യാത്ര ചെയ്യേണ്ടതോ ചേഞ്ച് ആവേണ്ടതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അതിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1 what is next in your life? So നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ലൈഫിൽ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വിഷ് കം ട്രൂ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്ലോലി ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എസ്പെഷ്യലി ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് ഓക്കെ പതുക്കെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് സ്റ്റക്ക് ആണ്, ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയിട്ട് തോന്നാത്തത് നിങ്ങൾ ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര കാലമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതിലേക്ക് വരണം എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനത്തെ തീരുമാനം എടുക്കണം, ഇതിന് പുറത്തേക്ക് വരണം എന്നുള്ള തോട്ട്സിലൂടെ മാത്രമായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങളുടെ വരുന്ന 3 weeks ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്, നിങ്ങളുടെ കർമ്മ കരിയർ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് വലിയൊരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ജോബ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജോബ് നോക്കുക. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ടിപ്പ് നമ്പർ 1, എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? വാട്ട്സ് എ സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ? ടിപ്പ് നമ്പർ 1. ഓക്കെ, യു ഗോട്ട് 2 messages. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു ടൈമില് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള ചില കമ്പനീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഗ്രൂപ്പ് ഫ്രണ്ട്ഷിപ്പ്. ഓൾറൈറ്റ്, സോ അത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് സിങ്ക് ചെയ്യാത്ത ആളുകളാണ്, ഫ്രണ്ട്ഷിപ്പ് ആണ് അതെങ്കിൽ, ഓർ ഹാബിറ്റ്, നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ സൗഹൃദങ്ങളോ ചില ആളുകളോ ഓർ നിങ്ങൾ ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ അത് സ്പോയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കേൾക്കാനും നിൽക്കാതിരിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾ വളരെ വരുന്ന 3 months ടൈം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു സമയമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വളരെ വൈസ് ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ടൈം വൈസ് ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈമാണ്. എസ്പെഷ്യലി വരുന്ന ഒരു 3 months ടൈം നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലും നിങ്ങളുടെ റെപ്യൂട്ടേഷനിലൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നാച്ചുറലി കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ലൈക്ക് എ മജീഷ്യൻ, നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അനാവശ്യമായിട്ട് എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഫണ്ണായിട്ട് കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ അത്രൊരു ബെനിഫിറ്റ്സ് അതൊന്നും നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ ടൈമോ എനർജിയോ ഓക്കെ ഇവൻ നിങ്ങൾക്ക് അവിടെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിങ്ങളായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓർ നിങ്ങളുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസവും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് വൈസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സമയത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ വരുന്ന സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ റെപ്യൂട്ടേഷനിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടാലന്റ്, എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഇൻകം നിങ്ങളുടെ ഇൻകത്തിലൊക്കെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്ന ഒരു 3 months ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഇന്നർ ടാലന്റ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്, അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നിങ്ങൾ കുറെ കാലമായിട്ട് ആലോചിക്കുന്നതെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരിക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ അതിലേക്ക് കൊണ്ടുവരിക. കാരണം നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലന്റ് ഓർ നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് നിങ്ങളുടെ സ്ഥാനത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷനൊക്കെ നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വരുന്നൊരു 3 months ടൈം, സോ വരുന്നൊരു 3 weeks ടൈം നിങ്ങൾ വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, പ്ലസന്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സേഫ് ആയിട്ടും യങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ആണോ പെണ്ണോ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ എടുത്ത് വളരെ നല്ലൊരു പാരന്റ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സ്വയം സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സേഫ് ആയിട്ടും തോന്നുന്നത്, ഒരു സെക്യൂർ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കൂടെ ആളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വർത്ത് ആണെന്ന് തോന്നുന്നത് ഇതുപോലെ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്ന സമയത്താണ്. ഓക്കെ, ആൻഡ് ഗ്രാജുവലി നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. Hey, group number 2, what is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്ത് ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? Let's see group number 2, what is next in your life? ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, എന്തൊരു വലിയൊരു കാര്യം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വളരെ സന്തോഷമുള്ള ആളുകളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓർ എന്തൊരു കാര്യം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വേറെ പ്ലേസിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള എക്സാംസ്, വേറെ കൺട്രിയിലേക്കൊക്കെ പോവാനുള്ള പെർമിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഗെറ്റ് റെഡി. I don't know, like, I feel like to congratulate you guys. So എന്തൊരു കാര്യം നിങ്ങൾക്ക് അതുപോലെ പ്ലസന്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ കുറെ കാലമായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ എല്ലാം റൈറ്റ് പ്ലേസിലാണ്. ഓക്കെ, ഒന്നും നിങ്ങൾക്ക് റോങ് ആയിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ള ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സഡൻ ആയിട്ടുള്ള വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വീട് ഡെഫിനറ്റ്ലി മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും അവിടെ എന്തൊരു വലിയൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതോ റിലേഷൻഷിപ്പ് കാരണോ നിങ്ങൾക്ക് വേറെ പ്ലേസിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം, വേറെ കൺട്രി, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിട്ട്. അതേസമയം അവിടെ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. സോ ചില ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ റിലേഷൻഷിപ്പിന്റെ വാല്യൂസ് ഒക്കെ മനസ്സിലാവുക, അല്ലെ? സോ അതുപോലത്തെ ഒരു കാര്യം, അതുപോലെ ചില കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ഹീൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ വലിയ വലിയ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങള്, പ്രോബ്ലംസ്, ആർഗ്യുമെന്റ്സ് ആയിരിക്കാം, അതൊക്കെ കംപ്ലീറ്റ്ലി വാനിഷ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ,
ഓക്കെ. സോ ചില ആളുകളൊക്കെ ആയിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസം, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസം, ആർഗ്യുമെന്റ്സ്, ചില ആളുകളുടെ വാക്കുകള്, മേ ബി നിങ്ങൾ ഫേസ് ചെയ്യാൻ ഒരുപാട് പേടിച്ചിട്ടുള്ള ചില കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും പറയോ, അവരെന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യോ, സ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആളുകളുടെ വാക്കുകളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് വാനിഷ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സണൽ ലൈഫിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഒരുപാട് കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹം നിങ്ങൾ ഗെയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ടുള്ളതും വളരെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന, നിങ്ങൾക്ക് ഒരുപാട് ലൈഫിനോട് തന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അച്ഛനായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ ആ ഒരു എൽഡർ ഫിഗർ എന്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊരു കാര്യം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ ഫാദറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹീൽ ചെയ്യണം, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛന്റെ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നത്, ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളൊരു ഫാദർ ആയിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളൊരു പാരന്റ് ആയിരിക്കാം. ഓക്കെ, അച്ഛനെന്ന് മാത്രം പറയുന്നില്ല, നിങ്ങൾ ഒരു പാരന്റ് ആയിരിക്കാം, നിങ്ങളൊരു അമ്മയോ അച്ഛനോ ആയിരിക്കാം, സ്പെഷ്യലി ഒരു മെയിൽ ഫിഗർ. ഓക്കെ, സോ അവരായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് അവേക്കൻ ആക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്റ്റബേൺ ആയിട്ട് നിങ്ങൾ പറ്റില്ല, ചെയ്യില്ല, ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓൾ ഓഫ് സഡൻ അത് വാനിഷ്ഡ് ആവുന്നുണ്ട്, ഓൾ ഓഫ് സഡൻ അത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം ചില ആളുകൾക്ക്, ഇത് നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യമാണ്. ഓക്കെ, വലിയൊരു അവേക്കനിങ് അല്ലെങ്കിൽ വലിയൊരു അവയർനെസ് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടും സിറ്റുവേഷനെ പറ്റിയിട്ടും. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഓക്കെ, കണക്ഷൻ, നിങ്ങളുടെ പാർട്ട്ണർ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് നിങ്ങളുടെ മാരേജ് ലൈഫിലോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷന്റെ ഇടയിലോ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി ആയിരിക്കാം, ഈവൻ നിങ്ങൾ ഒരേ വീട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ചില പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണലി, കാരണം ചില ആളുകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ലാക്ക് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് പ്ലീസ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാവില്ല, നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വർത്ത് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് സിറ്റുവേഷൻ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന, നിങ്ങൾ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രോബ്ലംസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ആളുകളായിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു പ്രോബ്ലം ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ എന്തെങ്കിലും മാരേജ് സിറ്റുവേഷനിൽ വരുന്നതാണ്, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കാം, ഓർ പ്രഗ്നൻസി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറെ കാലമായിട്ട് പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ വിതൗട്ട് എനി എഫേർട്ട് അൺഎക്സ്പെക്ടഡ്ലി നിങ്ങൾ പ്രഗ്നൻസിയിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2 ബേർഡ്സ്.
ഓക്കെ. സോ ചില ആളുകൾക്ക് അത് നിങ്ങളൊരു ബർത്ത് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബർത്ത് സംഭവിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. എല്ലാം നിങ്ങൾ സ്ക്രാച്ച് നിന്ന് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ പല കാര്യങ്ങളും കണക്ട് ആവുന്ന, പല കാര്യത്തിനൊരു അർത്ഥം തോന്നുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. Tip number 2, what is next in your life? What you can expect? Okay, so വളരെ intense ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് മൊമെന്റ്സ്, റൊമാൻസ്, കണക്ഷൻ, ഗ്രോത്ത്, സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, കണക്ഷൻ, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം, സോൾമേറ്റ്, ഫെൻ ഫ്ലെയിം. പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ആണ് ചില കാര്യങ്ങൾ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കാണാനും നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാനും നിങ്ങൾ ഡിസേർവ് ആണ്. നിങ്ങൾ വളരെ അർഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കൊടുത്തു വാങ്ങാൻ സാധിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് അത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ചില ആളുകൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കണക്ഷനിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ആൻഡ് യു ഗൈസ് റിയലി ഡിസേർവ് ഇറ്റ്. നിങ്ങൾ വളരെ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? Group number 2, and again a confirmation, group number 2. So confused ആവണ്ട നിങ്ങള്. Okay, see, it's like നിങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് ഡൗട്ട് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്, എങ്ങനെയൊക്കെ സംഭവിക്കോ. ഈവൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനലി അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഇതെങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്ര ഇന്റൻസ് ആയിട്ടുള്ള, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കണക്ഷൻ, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അതുപോലെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റൊമാൻസ് സിറ്റുവേഷൻ ഓർ കണക്ഷൻ, നിങ്ങളെ ഒരുപാട് അവേക്കൻ ചെയ്യുന്ന, നിങ്ങളുടെ സോൾ ഒരുപാട് അവേക്കൻ ചെയ്യുന്ന, നിങ്ങളുടെ ഒരു ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ കുട്ടിയായിരിക്കാം, നിങ്ങൾ ബർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു സോൾ. ഓൾറൈറ്റ്, സോ അത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നല്ലൊരു പാരന്റ് ആയിട്ട് ജനിക്കാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു കുട്ടിക്ക് ഒരു ബർത്ത് കൊടുക്കാൻ സാധിക്കുകയാണ്. നിങ്ങളുടെ കുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണോ ബർത്ത് കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾ ഏതൊരു സോളിനാണോ നിങ്ങൾ ബർത്ത് കൊടുക്കാൻ പോകുന്നത്, അത് നിങ്ങളുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ഫാമിലി സിറ്റുവേഷൻ, ആൻഡ് ഓൾസോ ഐ ക്യാൻ സീ ദാറ്റ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വീട്, അവിടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അവിടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്, ലൈഫ് ഓഫർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡൗട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, ആ ഒരു മൊമെന്റിൽ നിങ്ങൾ വേറൊന്നും അതിന്റെ ഫ്യൂച്ചർ എന്താവും, അതിനുശേഷം എന്താവും, അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻജോയ് ഇറ്റ്, അത് എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക നിങ്ങൾ. ഓക്കെ, സോ അത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എൻജോയ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ അത് മോസ്റ്റ്ലി ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കൂടെ തന്നെയാണ്. പെട്ടെന്ന് ചില ആളുകളുടെ ഒരു ചേഞ്ച് ആണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നോ എന്നുള്ളത്. പക്ഷെ ആ ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ഇങ്ങനെയൊക്കെ മാറോ, ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യാം. നോക്കി, നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില, അല്ലെങ്കിൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ അത് ഒരു അതിശയാണ്. ചില ആളുകൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ഒരു അപ്പിയറൻസിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. ഫിസിക്കലി വരുന്ന സമയത്ത് ഫിസിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ അത്ര വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക. ഓർ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, സ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓർ നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനത്തെ ഒരു അട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ് അല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ കുറവുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എന്നുള്ള എന്തെങ്കിലും ഒരു കമ്പാരിസൺ, എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വളരെ ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ആൻഡ് യു ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ചില ആളുകൾ. ഓക്കെ, ഓർ നിങ്ങൾ അത് മനസ്സിലാക്കാൻ പോവാണ്.
ഒരാൾക്ക് നിങ്ങളുടെ മേലെ എത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്, ഒരാളെ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസിൽ ഒരാൾക്ക് എത്രമാത്രം ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കണക്ഷൻസിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ പ്രഗ്നന്റ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ബ്യൂട്ടി ഒക്കെ ഈ ഒരു സ്റ്റേജിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ജോബ് ഒക്കെ നോക്കുന്ന, പുറത്തേക്കൊക്കെ പോകണം. ചില ആളുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒറ്റയ്ക്ക് പോവാ നിങ്ങള്, കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് വളരെ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഗ്രൂപ്പ് നമ്പർ 2. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം വരുത്തുന്ന ചില ഫൈനാൻഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കിത് വായിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എ സപ്പോർട്ടീവ് പാരന്റ് ആൻഡ് സ്പൗസ്. എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു നമ്മൾ ഇത്ര നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല, അതൊന്നും ചേഞ്ച് ആക്കാൻ ഇനി പറ്റില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും, സിറ്റുവേഷൻസ് ഉണ്ടാവും, മാറ്റം തന്നെ സംഭവിക്കും. ആ ഒരു സമയത്ത് അത് ഡൗട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളതും വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വളരെ നല്ല ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല ആളിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പല ആളുകളും നിങ്ങളുടെ ലൈഫിൽ മനഃപൂർവ്വം വരുന്നതല്ല. ഓക്കെ, സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളുടെ ചില പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ അലോ ചെയ്യുക, നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, നല്ല ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വിക്ടറി അഗൈൻ. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. ചില ആളുകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയിം, നിങ്ങളുടെ കഴിവ് പബ്ലിക്കിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വളരെ അറിയപ്പെടാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ വേറെ പ്ലേസിലേക്ക് പോകുന്നതായിരിക്കാം, പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ ഒരിക്കലും നിങ്ങളുടെ മേലുള്ള ഒരു വിശ്വാസം നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങൾ ഒരുപാട് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, പല ആഗ്രഹങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അങ്ങനത്തെ ആഗ്രഹങ്ങളാണ്, നിങ്ങളൊരു ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷന് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. അത് ഒരിക്കലും ഡൗട്ട് ചെയ്യാതിരിക്കുക, അതിൽ ജീവിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, അത് ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. അതും വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾ കാണാൻ പോകുന്നതായിരിക്കാം, നിങ്ങൾ ഗ്യാദർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് കാണുന്ന ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നുന്ന ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം എന്നുള്ളതല്ല, നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ സ്കില്ല് പഠിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ കാര്യത്തിനോടൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം, പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളുടെ എനർജി എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടുന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലോലി അറിഞ്ഞോ അറിയാതെയോ
നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുത്താൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ വീടൊക്കെ വെക്കുന്നതായിരിക്കാം, പുതിയ വീട്ടിലേക്ക് മാറുന്നതായിരിക്കാം, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കാം. സോ കുറച്ചുകൂടെ നേച്ചറായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, ഗാർഡനിങ്ങിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക്, പുതിയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ സ്വയം വരുന്നോണ്ടായിരിക്കാം. ഓക്കെ, സോ ഫൈനലി നിങ്ങൾക്ക് ചില കാര്യത്തിലൊക്കെ ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് ഫൈനലി നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളായിട്ട് ചില സിറ്റുവേഷന് ഇറങ്ങി വരുന്ന സമയത്ത്, നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റി അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാച്ചുറലി ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ഈവൻ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നോക്കാം. സോ പല സിറ്റുവേഷൻ നിങ്ങൾ ഇമോഷണലി സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള, ഇമോഷണലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്ത നിന്നിട്ടുള്ള പല പ്ലേസിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല, നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷനും ആളുകളിൽ നിന്നും നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അത് നിങ്ങൾ പുതിയൊരു സിറ്റുവേഷനിലേക്ക്, പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ അധികം ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചില അഡ്വൈസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള റൈറ്റ് ആയിട്ടുള്ള ചില അഡ്വൈസ് ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം, ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കാം, നിങ്ങളെ സഹായിക്കാനുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ പോവാണ്, ശ്രമിച്ചു നോക്കാൻ പോവാണ്, പുതിയ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, പുതിയ ടാലന്റ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പുതിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങളുടെ സംസാരത്തിലൊക്കെ നിങ്ങൾ പല മാറ്റങ്ങളും മിമിക് ചെയ്യുന്നതായിരിക്കാം, പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം ആ ഒരു രീതിയിൽ. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചു നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യത്തിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില ആളുകളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും അവരെ നിങ്ങളെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ള ചില ആളുകൾ, പക്ഷെ നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരിക്കാം അതൊക്കെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസിലും അങ്ങനത്തെ വീട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ വീടിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഒരു ആവാസ സിറ്റുവേഷന്, നിങ്ങളുടെ ഒരു വാസസ്ഥലത്തിന് ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടും സെക്യൂർ ഒക്കെ ആയിട്ട് തോന്നുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ ആരൊക്കെയോ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെയോ കൂടെ ഉണ്ട് എന്നുള്ള ചില തോന്നലുകൾ, ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. ആൻഡ് അഗെയിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങളുടെ ഫാമിലി ആയിട്ട്, ചില ആളുകൾ നല്ലൊരു ഫാമിലി സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, നല്ലൊരു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രം നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ മാറി നിൽക്കുന്നതായിരിക്കാം. പുതിയ വീട് വാങ്ങിക്കുക, പുതിയ സിറ്റുവേഷനിലേക്ക് വരിക. അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് കൊണ്ടുവരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരാൾക്ക് ഇതുപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സോ നിങ്ങളെ വേണ്ട രീതിയിൽ, നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാനും അർഹിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനും സാധിക്കുന്ന ചില ആളുകൾ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതുപോലത്തെ ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. സോ അത് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണയിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്താൻ അത് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള സിറ്റുവേഷനിൽ ആളുകൾ നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പല ആളുകളും, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ചില ആളുകളുടെ അടുത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ചില പാറ്റേണിൽ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. സോ നിങ്ങൾക്കത് ബേർഡൻ ആണ്. അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, അങ്ങനത്തെ ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കാം. ഓക്കെ, സോ അതിന്ന് നിങ്ങൾ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ വളരെ അർഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ പോയിട്ടുള്ള ഒരു ചലഞ്ചിങ്, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫ് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസിലൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടി പേ ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ
ക്ലിയർ ചെയ്യുന്ന, അതൊക്കെ മറക്കാൻ സഹായിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിന് വളരെ സന്തോഷമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതായിരിക്കാം, ആദ്യമായിട്ട് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ അഗെയിൻ ഇറ്റ്സ് എ സ്ട്രോങ് കൺഫർമേഷൻ. നിങ്ങൾക്ക് ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വളരെ സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. ഏറ്റവും ബ്ലെസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ വർത്ത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത്. ചില കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചില ഹീലിംഗ് പ്രോസസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഓക്കെ, ആരെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇതിനു മുൻപ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ളൊരു പേഴ്സണെ പോലെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകളോട് നിങ്ങൾക്ക് വലിയൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഒരു പാരന്റിനെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ അമ്മയെ പോലെ, നിങ്ങളുടെ ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ അവർ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളൊരു പാർട്ട്ണറെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഒരാളെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം. വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉള്ള വ്യക്തികളുടെ അടുത്തുനിന്ന് എവിടെ നിന്നാണോ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ പോയിട്ടുള്ളത്. ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് വേണ്ട ഒരു കെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്നായിരിക്കാം, നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അവിടുന്ന് നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ ബന്ധുക്കളല്ല എന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകള്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പോലെ തോന്നുന്നുണ്ട്. ഏറ്റവും പ്ലസന്റ് ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം, സോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ചില ലൈഫ് മൊമെന്റ്സ്, സോളിനൊരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ ഹീൽ ചെയ്യുന്നുണ്ട്, കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എവിടെയും കെട്ടിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ സോളിനൊരു ഫ്രീഡം ഉണ്ടാവാണ്, നിങ്ങളുടെ ശരീരത്തിന് ഫ്രീഡം ഉണ്ടാവാണ്. നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോവാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സോളിന് എവിടെ പോകാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പുതിയ കാര്യം എന്തെങ്കിലും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, 2 ജോബിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ 2 ഇൻകംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. കാരണം ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് ഗ്രൂപ്പ് നമ്പർ 3 നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോബിന്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. സ്കില്ല് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുറെ കാലമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടെന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഓക്കെ അതെനിക്ക് പഠിക്കണം. അത് മേ ബി ലൈക്ക് എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഇന്നർ ടാലന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ക്രേവ് ആയിരിക്കാം. സോ ഇതുപോലത്തെ ചില മാറ്റങ്ങളൊക്കെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 3. വാട്ട് യു നീഡ് ടു ഹിയർ. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യങ് എനർജി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എത്ര പ്രായമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം, മനസ്സ് എല്ലാം വളരെ എൻജോയ് ചെയ്യാൻ, എല്ലാം വളരെ ആക്റ്റീവ് ആയിട്ട് ഒരു ചെറിയ കുട്ടീനെ പോലെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പല രീതിയിലും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള റൈറ്റ് ടൈം, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള സമയത്ത് സംഭവിക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദൂരസ്ഥലത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇന്റൻഷൻ, അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അത്രയൊരു ആഗ്രഹം കൊണ്ടായിരിക്കണം. ഒരുപാട് കാലം അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യാൻ
ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. പല ഉദ്ദേശമായിരിക്കും, എല്ലാ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം, നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് സ്നേഹിക്കുക, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആരെങ്കിലും ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുള്ള ഏതെങ്കിലും സോൾ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്ര കാണണം, മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, സോൾ കോൺട്രാക്ട്. ഓക്കെ, സോ ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം പറയുന്നില്ല. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേർപ്പസ്, ഇന്റൻഷൻ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. സോ അങ്ങനത്തെ വ്യക്തിയുടെ ഒരു ഇന്റൻഷൻ, അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഒരു എൻട്രി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നല്ല എന്തോ ഒരു കാര്യത്തിന്റെ ഒരു റൈറ്റ് ടൈം ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ, റൈറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, സിറ്റുവേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്നേഹത്തിലേക്കൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് വീഴാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വീഴാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. വളരെ യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് യങ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക, അവരായിട്ട് വർക്ക് ചെയ്യുക, അവർ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരിക, അവർ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് ഉണ്ടാവുക, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക. അവർ ചില ആളുകൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കും വരുന്നതായിരിക്കാം. ഓക്കെ, സോ പക്ഷെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഫീലിംഗ്സ് ഒക്കെ ആ വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ തുടങ്ങി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫാമിലി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, കുട്ടികള്, ഫാമിലിയിലുള്ള ആളുകള് വേറെ വേറെ പ്ലേസിലോ വേറെ വേറെ കൺട്രിയിലോ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫാമിലി ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ വളരെ സന്തോഷം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് വാക്കിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു വീട്ടില് എന്തൊക്കെ സന്തോഷം ഉണ്ടാവണോ, എങ്ങനെയൊക്കെ സന്തോഷം കണക്ട് ചെയ്യണോ, അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സമാധാനം ആ ഒരു വീട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സ്പെക്ട് ചെയ്യുക എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, എന്തൊരു ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഓഫറാണ്, ചില ആളുകൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില മീറ്റിംഗ് ആണ് ചില ആളുകളെ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ദൂര സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ പാഷൻ കണക്ട് ചെയ്യാൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ.